ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സെൻഡയ, മൈക്ക് ഫയസ്, ജോഷോ കോണർ എന്നിവർ പ്രധാന വേഷത്തിൽ വരുന്ന റൊമാൻറ്റിക് സ്പോർട്സ് ഡ്രാമ സിനിമയായ ചലഞ്ചേഴ്സ് ആണ്. നോ യുവർ നെയിം, സുസ്പീരിയ പോലത്തെ വളരെ അക്ലൈംഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ ഡയറക്ട് ചെയ്ത ലൂക്ക ഗുഡാനിനോയുടെ സിനിമയാണ്. ടെന്നീസിന്റെ പശ്ചാത്തലത്തിൽ 3 ടെന്നീസ് പ്ലെയേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പും ഈഗോ ക്ലാഷും ഒക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. ടെന്നീസ് പ്ലെയേഴ്സും വളരെ അടുത്ത കൂട്ടുകാരുമായ 2 പേർക്കിടയിലേക്ക് ഒരു വുമൺ ടെന്നീസ് പ്ലെയർ കടന്നു വരികയും അവർ 3 പേര് തമ്മിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയ റിലേഷൻഷിപ്പാണ് സിനിമ ഫോക്കസ് ചെയ്യുന്നത്. ഈ 3 കഥാപാത്രങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രിയാണ് സിനിമയുടെ ഫോക്കസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിലൊരു സ്റ്റില്ല് ഭയങ്കരമായിട്ട് ഫേമസ് ആയിരുന്നു. അത് വെച്ച് ഒരുപാട് ജോക്സും മീംസും ഒക്കെ വന്നിരുന്നു. കാണുമ്പോൾ തന്നെ അറിയാലോ എന്താണ് ആ ജോക്ക് എന്ന്. പക്ഷെ ഞാൻ ഇപ്പോഴേ പറയാം, പറയുന്നത്ര സംഭവമൊന്നുമില്ല ആ സിനിമയിൽ. സോ അങ്ങനെ എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. ഈ 3 കഥാപാത്രങ്ങൾക്കും തുല്യമായിട്ടുള്ള റോൾ സിനിമയിൽ ഉണ്ടെങ്കിലും സെൻഡയുടെ കഥാപാത്രമായ ടാഷിയാണ് ഈ സിനിമയുടെ UPS എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ സിനിമ ക്യാരി ചെയ്യുന്നത് തന്നെ പുള്ളിക്കാരുടെ ആ ഒരു പെർഫോമൻസും സ്ക്രീൻ പ്രസൻസും കൊണ്ടാണ്. സോ വിഷ്വലി ഈ ഫിലിമിൽ സെൻഡയെ ഭയങ്കര ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഫസ്റ്റ് സീൻ മുതൽ പുള്ളിക്കാരി ഉണ്ടെങ്കിലും ഫ്ലാഷ് ബാക്കിലേക്ക് നീങ്ങുമ്പോൾ അല്ലെങ്കിൽ ശരിക്കും പുള്ളിക്കാരി കോർട്ടിൽ ഇറങ്ങുമ്പോഴാണ് പടം അത്ര എക്സൈറ്റിംഗ് ആകുന്നത്. സ്വന്തമായിട്ട് നിലപാടുള്ള ഒരു സെൽഫ് മെയ്ഡ് വുമൺ ആണെന്ന് ആദ്യം പ്രസന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് പ്ലേസ് ചെയ്ത ആ ക്യാരക്ടർ സെക്കൻഡ് ഹാഫിൽ എസ്പെഷ്യലി അവസാനം ആകുമ്പോൾ കയ്യിൽ നിന്ന് പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഈ എഴുതി കുളമാക്കി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് സ്വന്തമായിട്ടൊരു നിലപാടോ അല്ലെങ്കിൽ സ്റ്റാൻഡോ എടുക്കാൻ കഴിയാത്ത ഒരു ക്യാരക്ടർ ആക്കി കളഞ്ഞു അവസാനമായപ്പോൾ. ഈ ഒരു കൊച്ചിനെ ഇങ്ങനെ 2 പേര് കൈമാറുന്നൊരു മീമില്ലേ, അതുപോലെ ആയിപ്പോയി. ബാക്കി 2 അണ്ണന്മാരും കൂടെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ കൈമാറുകയാണ് സെൻഡയുടെ ക്യാരക്ടറിനെ. സെൻഡയുടെ ക്യാരക്ടറിലൂടെയാണ് കഥ മുൻപോട്ട് പോകുന്നതെങ്കിലും ബാക്കി 2 പേർക്കും അതുപോലെ തന്നെ സ്ക്രീൻ ടൈം ഉണ്ട് പടത്തിൽ. മൈക്ക് ഫേസും ജോഷോ കോണറും അവരുടേതായിട്ടുള്ള രീതിയിൽ ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ആ ഒരു പഞ്ച് എനിക്ക് എന്തോ ഫീൽ ചെയ്തില്ല. ആ ഒരു ഈഗോ ക്ലാഷൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരായിരുന്നു. ഒരു പോയിന്റിൽ സിനിമയുടെ 3 ക്യാരക്ടേഴ്സും അൺലൈക്കബിൾ ആകുന്നുണ്ട്, മാനിപ്പുലേറ്റീവ് ആകുന്നുണ്ട്. സോ ആരുടെ സൈഡിൽ നിൽക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യും. പടം ഒരു നോൺ ലീനിയർ നെറേറ്റീവിലൂടെയാണ് പറഞ്ഞു പോകുന്നത്. ആദ്യം ഇത് നല്ല രസമായിട്ട് പോകുന്നുണ്ടെങ്കിലും പിന്നീട് ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. 3 വർഷം കഴിഞ്ഞാൽ പിന്നെ 3 മാസം, പിന്നെ 3 മാസം കഴിഞ്ഞാൽ 3 ദിവസം, പിന്നെ അത് കഴിഞ്ഞിട്ട് 5 വർഷത്തിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് സ്വിച്ച് ചെയ്യുന്നുണ്ട് നെറേറ്റീവ്. അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഓരോരുത്തരുടെ ഹെയർ സ്റ്റൈൽ വെച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും ഇവർ ഫ്ലാഷ് ബാക്കിലാണോ അതോ പ്രസന്റ് സീനാണോ എന്നുള്ളത്. ഇതൊരു സ്പോർട്സ് സിനിമ കൂടെ ആയതുകൊണ്ട് ഈ ടെന്നീസ് ടൂർണമെന്റ് വരുന്ന സീൻസ് എല്ലാം നല്ല സിനിമാറ്റിക് ആയിട്ട് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു ടെൻഷനൊക്കെ ബിൽഡ് ചെയ്യുന്ന രീതിയിൽ ടെന്നീസിന്റെ റൂൾസോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയില്ലെങ്കിൽ പോലും നമ്മളെ എൻഗേജ് ചെയ്യുന്ന തരത്തിൽ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശരിക്കും ഈ പടത്തിൻ്റെ ഒരു ബീറ്റ് കൂട്ടുന്നുണ്ട്. പക്ഷേ ചിലയിടത്ത് ഡയലോഗ്സിനെ ഇങ്ങനെ മഫിൾ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡയലോഗ്സ് കേൾക്കാൻ പറ്റാത്ത വിധം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അതൊരു വല്ലായ്മ ഫീൽ ചെയ്യും. അത് മനഃപൂർവ്വം ഡയറക്ടർ അങ്ങനെ ചിലപ്പം പ്രസന്റ് ചെയ്തതായിരിക്കാം, പക്ഷേ അത് അത്ര വർക്കൗട്ട് ആയില്ല. സോ ഓവറോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും സിനിമയുടെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു നറേറ്റീവ് സ്റ്റൈലും ഇതിനൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ക്രിട്ടിക് സ്കോർ പറയുന്നത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഈ സിനിമ. ഇത് ഒരു സ്പോർട്സ് ഡ്രാമയേക്കാൾ കൂടുതൽ ഒരു റിലേഷൻഷിപ്പ് ഡ്രാമ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ആൾക്കാർ അത്ര നൈവാണ് അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള സക്സസിന് വേണ്ടി എത്ര പെട്ടെന്ന് സ്വഭാവം മാറാം എന്നുള്ളൊരു ഐഡിയ ആണ് ഫിലിമിൽ പ്രസന്റ് ചെയ്യുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് തുടങ്ങി പിന്നീട് ഒരു ആവറേജ് എക്സ്പീരിയൻസിൽ ഒതുങ്ങിപ്പോയൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സ്പോർട്സ് ഡ്രാമ സിനിമയാണ് ചലഞ്ചേഴ്സ്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ചലഞ്ചേഴ്സ്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിൽ മറ്റു വീഡിയോസ് കണ്ടു നോക്കുക. കണ്ടന്റ് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.